ഡ്യൂട്ടി സമയത്ത് ജനമൈത്രി പോലീസിന്റെ ലീലാവിലാസങ്ങൾ ഇതൊക്കെയാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനത്തിലിരുന്ന് പരസ്യമായി മദ്യപിക്കുകയാണിവർ. സിവിൽ വേഷത്തിലുള്ള ഈ 6 പേരും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ നിയമപാലകരാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകൃത്യമാണ്. അത് പക്ഷേ സാധാരണക്കാർക്ക് മാത്രം. മദ്യപിച്ച ശേഷമാണ് ഈ വാഹനത്തിലെ ഡ്രൈവറായ പോലീസുകാരൻ വണ്ടി ഓടിക്കുന്നത്. ഹലോ റിപ്പോർട്ടറെ നിങ്ങളെ ഇങ്ങനത്തെ ഭാരിച്ച കാര്യങ്ങളിലൊന്നും വീഡിയോ എടുത്ത് ഇടപെടാൻ നിൽക്കണ്ട. അത് പിണറായിന്റെ പോലീസുകാരാണ്. ഇവരെ അറിയൂട്ടോ. നിങ്ങൾ വല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനക്കേസോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടപെട്ടാൽ മതി കേട്ടോ. ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. ഇവരെ അറിയും. പിന്നെ പോലീസുകാരാകുമ്പോൾ രണ്ടെണ്ണം പോലീസുകാർക്ക് രണ്ടെണ്ണം അടിച്ചൂടെ? അവരുടെ പിന്നെ ആരെങ്കിലും കൂട്ടുകാരന്മാരെ പരിപാടിക്ക് പോകുമ്പോൾ ഇറച്ചി മീനൊക്കെ അടിച്ചു കളിക്കാൻ പോകുമ്പോൾ 2 പേർക്ക് അടിച്ച് പോണേന് തെറ്റൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കണ്ട. പിന്നെ ഓലിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ പണ്ട് മാമുക്ക മറ്റേ സിനിമയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അയില കെട്ടിയോക്ക് നല്ല കോളാ. അപ്പൊ മറ്റേ പോലീസുകാരൻ എന്റെ കെട്ടിയോക്ക് അയില വാങ്ങാനുള്ളല്ലേ ഈ വണ്ടി. അപ്പം മാമുക്ക തിരിച്ചങ്ങോട്ട് അല്ല ഞാൻ ടെമ്പോ കളിക്കാന്ന് പറഞ്ഞ മാതിരി ജോലി പിന്നെ 2 അടിക്കണമെങ്കിൽ അപ്പുറത്ത് പോയി 10 സെന്റ് സ്ഥലം വാങ്ങാം എന്നിട്ട് അടിക്കാം. പിന്നെ പോലീസുകാരോടാണ് പറയാനുള്ളത്. പോലീസുകാരെ നിങ്ങൾ 2 അടിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 2 അടിക്കുമ്പോൾ അതേമാതിരി തന്നെ ആവണം. കാരണം നിങ്ങൾക്കൊരു നിയമവും നമുക്കൊരു നിയമമായത്. നമ്മളെ ചെക്കന്മാര് കുറച്ച് മുമ്പ് നമ്മളെ നാട്ടിൽ ടൂർ പോയി. അപ്പൊ ഡ്രൈവർ അടിച്ചില്ല കേട്ടോ. വണ്ടിയിൽ നിന്ന് എന്ത് ചെയ്ത് 2 പെഗ് നമ്മളെ കാര്യമായിട്ട് പറയുമ്പോൾ നമുക്ക് അടിക്കാൻ പറ്റില്ല, ചിന്തിക്കാനേ പാടില്ല. അപ്പോ നമ്മളെ ചെക്കന്മാര് പിന്നെ കുറച്ച് ആൾക്കാർ ടൂർ പോയപ്പോ 2 കുപ്പി വണ്ടിയിൽ നിന്ന് പിടിച്ചു. ആ ഡ്രൈവർ മദ്യവെച്ചില്ല. എന്നിട്ട് ഇവര് 2500 ഫൈനും കൊടുത്ത് ഈ 2 കുപ്പിയും കൊണ്ടുപോയി. പൈസ എത്രയായി? 1500 റുപ്യന്റെ കുപ്പി 3000 5500 റുപ്യായി ഒരു ടൂർ അതിനെ കള്ളുപിടിച്ചത്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴുള്ള ആൾക്കാർ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ വലിയ ടൂർ പോകുമ്പോൾ നിങ്ങൾ ആ സാധനം എടുത്ത് പോയിട്ട് നമുക്ക് ആ ഫൈനും കൊടുത്ത് അതാ വിറ്റ്. അപ്പൊ അങ്ങനത്തെ പരിപാടി ചെയ്യരുത് കേട്ടോ. കുറച്ചൊക്കെ നിങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കി. അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുടിക്കുമ്പം കള്ളും നിങ്ങൾ കുടിച്ചാൽ അത് സർവത്തും അത് പറ്റൂല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി റിപ്പോർട്ടർ എടുത്തു വരുമ്പോൾ നമ്മൾ ഈ വിഷയം എടുത്താണ്ട് എന്ത് ചെയ്യുക, നമ്മള് കുത്തിപ്പോക്കൂല കേട്ടോ. അപ്പൊ ഓക്കെ, കാണാം വീണ്ടും ഇതുപോലുള്ള വള്ളിക്കെട്ട് കേസുകളുമായിട്ട്.